എന്നിട്ട് 120 kicks. എന്റെ ദൈവമേ, എന്ന് വെച്ചാ ഒരു സെക്കൻഡിൽ 2 കിക്കോ ചെയ്തു അല്ലേ? അതിനെ എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇനിയും ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഇനിയും സ്പീഡ് ഒരുപാട് കൂട്ടണം. പാമ്പ ജ്വല്ലറി ഷോപ്പിനകത്തേക്ക് പോവുകയാണ്. വേഗം അതിനെ അടിച്ചു കൊല്ല. വേണ്ട അങ്കിൾ, അത് കാട്ടിൽ നിന്നും വഴിയറിയാതെ സിറ്റിയിലേക്ക് വന്നതാവും. ഓൾറെഡി അത് ഒരുപാട് പേടിച്ചിരിക്കുക. നിങ്ങൾ സൺ സിറ്റി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഫോൺ ചെയ്യൂ. അവർ വന്ന് ഈ പാമ്പിനെ പിടിച്ചോണ്ട് പോയിക്കോളും. R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നു. പെട്ടെന്ന് കോബ്രക്കാർ ഇങ്ങോട്ടാ പോയത്. ഞാനാണ് ഡോക്ടർ ഡൂങ്ക. സൺ സിറ്റി മൊത്തം ഞാൻ കൊള്ളയടിക്കും. കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ഞാൻ PhD ചെയ്തവനാ. സ്വർണം മൊത്തം എന്റെ ലോക്കറിനുള്ളിലായി കഴിഞ്ഞു. അത് ശരി, അപ്പൊ കോബ്രയാണോ ഡയമണ്ട്സ് അടിച്ചു മാറ്റിയത്? എന്ത്, കോബ്ര ഡയമണ്ട് അടിച്ചു മാറ്റി പോയെന്നോ? കോബ്രയോ? മനുഷ്യനായാലും പാമ്പായാലും തെറ്റ് ചെയ്താൽ ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇതിന്റെ പുറകിൽ ആരായിരുന്നാലും ഞാൻ അവനെ പൊക്കിയിരിക്കും. എന്താ പറഞ്ഞു വരുന്നത്? ചെട്ട്പട്ട് സാർ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു കോബ്ര വന്ന് അങ്ങനെ മോഷ്ടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ ആരെങ്കിലും ട്രെയിൻ ചെയ്ത് കാണണം. സൺ സിറ്റിയിലെ എല്ലാ പാമ്പാട്ടികളെയും പിടിച്ച് ചോദ്യം ചെയ്യാം. അവരിൽ ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ ചെയ്തത്. നല്ല ഐഡിയ ആണ്. ഇനി ഒറ്റ ഒരുത്തനെയും വിടുന്ന പ്രശ്നമില്ല. പാമ്പാട്ടികളെല്ലാം ഉടൻ ഞാൻ പൊക്കുന്നതായിരിക്കും. ചട്ട്പട്ട് അങ്കിൾ, ആ മോഷണ സംഭവം ഇങ്ങനെ ചെയ്തവൻ ആരായിരുന്നാലും എവിടെ ഇരുന്നാലും ഞാൻ അവരെ വിടുന്ന പ്രശ്നമേ ഇല്ല. ജട്ട്പട്ട് സാറും ഞാനും കൂടി ചേർന്ന് സൺ സിറ്റിയിലെ എല്ലാ പാമ്പാട്ടികളെയും പിടിക്കാൻ പോവുക. പക്ഷെ കൊള്ളയടിച്ചത് കോബ്രയല്ല. കിക്കോ, വരൂ വരൂ. നിനക്കറിയാമോ, ഒരു കോബ്ര വന്ന് കൊള്ളയടിച്ചു പോയിരിക്കുന്നു. ഇപ്പോഴുള്ള കോബ്രയ്ക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ കാലത്തെ പാമ്പുകളൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു. മേയർ അങ്കിൾ, കൊള്ളയടിച്ചത് സാധാരണ കോബ്രയല്ല. കോബ്രയുടെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു റിമോട്ട് കൺട്രോൾ കൊണ്ട് ചലിക്കുന്ന ചെറിയ ചെറിയ വണ്ടികളാണ് ചെയ്തത്. CCTV ഞാൻ കണ്ടു. ഈ കാര്യം അറിയാതെ ജട്ട്പട്ട് പാമ്പാട്ടികളെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുക. ഒരു പ്രാവശ്യം ഞാൻ അനക്കോണ്ടയെ ഒറ്റ സെക്കൻഡിൽ ചെറിയ കോബ്രയാക്കി മാറ്റിയിട്ടുണ്ട്, അറിയാമോ? ഒരുപക്ഷെ ആ കോബ്രയായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊരു അനക്കോണ്ടയെ ഒറ്റ സെക്കൻഡിൽ കോബ്രയാക്കി മാറ്റിയെന്നോ? അതെ അതെ, ശരിയാണ്. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ വായ്ക്കകത്ത് ഒരു കൊതുക് കയറും. കോബ്രയുടെ രൂപത്തിൽ വന്ന ഈ ചെറിയ കാറുകളുടെ പ്രശ്നം നമ്മൾ എങ്ങനെ പരിഹരിക്കും? ആ ചെറിയ ചെറിയ കാറുകൾക്ക് ചെറിയ സാധനങ്ങൾ മാത്രമേ മോഷ്ടിക്കാൻ പറ്റൂ. അതിൽ ഏറ്റവും ചെറുതും വില ഉയർന്നതുമായ സാധനം രത്നമാണ്, ഡയമണ്ട്. വീണ്ടും അടുത്തതായി കൊള്ളയടിക്കുന്നത് ഡയമണ്ട്സ് ആയിരിക്കും. നമുക്ക് ഡയമണ്ട് മാർക്കറ്റിന്റെ അടുത്ത് അലേർട്ട് ആയിരിക്കണം. തീർച്ചയായിട്ടും ആ കാറ് വീണ്ടും അവിടെ എത്തും. കിക്കോ, നിനക്ക് വിശ്വാസമുണ്ടോ മോഷ്ടിക്കാൻ വന്ന ആ കാറ് ഇവിടെ എത്തോ? അതേ ട്വിങ്കിൾ, ശരി ഒരു കാര്യം പറയേ.
വളരെ കോസ്റ്റ്ലി ആയ ഒരു സാധനം നിന്റെ പേഴ്സിനകത്ത് വെച്ച് നീ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ അപ്പൊ നീ എന്തായിരിക്കും കൊണ്ടുപോവുക? കൺവേർട്ടിൽ പറയണമെങ്കിൽ ഡയമണ്ട്. ഡയമണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. ഇത്ര ചെറിയ കാറുകളിൽ വളരെ കോസ്റ്റ്ലി ആയ സാധനം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് ഡയമണ്ട്സ് ആയിരിക്കും. സൺസിറ്റിയിലെ വിലയുയർന്ന രത്നങ്ങൾ മുഴുവനും ഈ മാർക്കറ്റിലാണുള്ളത്. ടോണി ബോസ്, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ കോബ്രകളെ പിടിക്കാനാ. എങ്കിലേ നമ്മൾക്ക് പെട്ടെന്ന് ഫേമസ് ആകാൻ പറ്റൂ. തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഞാൻ ഫേമസ് ആകും. നിങ്ങളാണോ കോബ്രയെ പിടിക്കാൻ പോകുന്നത്? അതേടാ, ഞാൻ അതിനെ പിടിച്ചിട്ട് അതിനെ ഇടിച്ച് ചമ്മന്തിയാക്കും. പിന്നെ അതിനെ എന്റെ കഴുത്തിൽ ചുറ്റിയിട്ടിട്ട് കോബ്ര രക്ഷിക്കണേ അമ്മേ. ടോണി ബോസ്, നിങ്ങൾ പേടിച്ചോടിയത് ഈ പ്ലാസ്റ്റിക് പാമ്പിനെ കണ്ടിട്ടാണ്. എന്ത് കണ്ടാലും പേടിച്ചോടുന്നവൻ മണ്ടൻ. ടോണി ബോസ് ഒരു പേടി തൊണ്ടൻ. എന്റെ ശക്തി എന്താണെന്ന് അറിയണോടാ. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടൻ അടി വന്നെത്തുന്ന ഹീറോ. ഉളങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. വേഗം പറയൂ. സൂപ്പർ സ്പീഡോ, ചെറിയ ചെറിയ കാറുകൾ ഉപയോഗിച്ച് ആരോ ഇവിടെ കൊള്ളയടിക്കുകയാണ്. സോ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നവനെയും പിടിച്ചേ പറ്റൂ. ഇങ്ങനെ മോഷ്ടിക്കുന്നത് ആരായിരുന്നാലും ശരി, നമ്മൾ അവനെ വെറുതെ വിടില്ല. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 142 അപ്ലൈ ചെയ്യ്. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 142. സൺ സിറ്റിയുടെ രക്ഷകൻ കീക്കോ, നിനക്ക് എന്റെ പാമ്പിനെ പിടിക്കാൻ പറ്റുകയില്ല. സൂപ്പർ സ്പീഡോ, ഇങ്ങനെ പോയാൽ ആ പാമ്പ് എസ്കേപ്പ് ആകും. ആ വണ്ടികളെ കൺട്രോൾ ചെയ്യുന്നവനെ നമുക്ക് പിടിക്കാൻ പറ്റാതെ പോകും. അതേപടി വേഗത്തിൽ വന്ന ചെറിയ ചെറിയ കാറുകൾ എങ്ങോട്ട് പോയെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും? അത് കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. ഫോർമുല നമ്പർ 577. പക്ഷെ അതിനു മുൻപ് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. ഓക്കെ കീക്കോ, അപ്ലൈയിങ് ഫോർമുല നമ്പർ 577. ചെല്ലു സൂപ്പർ സ്പീഡോ, ഞാൻ നിന്റെ പുറകെ ഓടി വരുന്നുണ്ട്.
ഞാനാണ് ഡോക്ടർ ഡൂങ്ക. ഇന്ന് കീക്കോടെ കളി ഞാൻ അവസാനിപ്പിക്കാം. ഞാനാണ് ഡോക്ടർ ഡൂങ്ക. സൺ സിറ്റി മൊത്തം ഞാൻ കൊള്ളയടിക്കും. മോഷ്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ PhD എടുത്തവനാ. സ്വർണം, രത്നം എല്ലാം എന്റെ ലോക്കറിനകത്ത്. കീക്കോയുടെ ചാപ്റ്റർ ക്ലാസ്. ഇനി എന്റെ അടുത്ത ടാർഗറ്റ് സൂപ്പർ സ്പീഡോ ആണ്. ഇവന്മാര് രണ്ടുപേരുമാണ് എന്റെ ഏറ്റവും വലിയ എതിരാളികൾ. ഒരു പ്രാവശ്യം അവർ എന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ പിന്നെ എന്നെ തടയാനുള്ള ശക്തി ഇവിടെ ആർക്കുമില്ല. ഞാൻ ചെറിയ കാറായതുകൊണ്ട് എന്റെ പവറും വളരെ ചെറുതായി പോയി. പ്രശ്നമില്ല, ഒരു പ്രാവശ്യം അവരുടെ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടാൽ മതി. പിന്നെ ഞാൻ ഒറിജിനൽ ഷേപ്പിൽ വന്ന് ഈ വണ്ടികൾ അറ്റാക്ക് ചെയ്യും. എനിക്കറിയാം സൂപ്പർ സ്പീഡ് വളരെ സ്ട്രോങ് ആണെന്നുള്ള കാര്യം എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ അതുപോലെ എന്റെ കാറിലും ഒരുപാട് പവേഴ്സ് ഉള്ള കാര്യം അവൻ അറിയില്ല. ഞാൻ ശരിക്കും കുടുങ്ങിപ്പോയല്ലോ. ഞാൻ എന്റെ ഫുൾ പവറും യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ. കീക്കോയും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ അവൻ പെട്ടെന്ന് എന്തെങ്കിലും വഴി കണ്ടെത്തും. ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. ഫോർമുല നമ്പർ 578 ആക്ടിവേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഒറിജിനൽ ഷേപ്പിൽ വരണം. ഫോർമുല നമ്പർ 578 ഉടനെ യൂസ് ചെയ്യണം. അത് ആക്ടിവേറ്റ് ചെയ്താൽ ഞാൻ പഴയതുപോലെ മാറും. വല്ലാത്തൊരു പ്രശ്നത്തിലായിപ്പോയല്ലോ സൂപ്പർ സ്പീഡോ. കീക്കോയുടെ കമാൻഡ് ഇല്ലാതെ എനിക്ക് ഒറിജിനൽ ഷേപ്പിൽ വരാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പോയാൽ ഞാൻ യുവമാരുടെ പിടിയിൽ കുടുങ്ങിപ്പോകും. ഇപ്പോൾ എന്നെ ഇവിടെ നിന്നും രക്ഷിക്കാൻ കീക്കോയ്ക്ക് മാത്രമേ പറ്റൂ. കീക്കോ, നീ എവിടെയാണ്? എന്റെ പേര് ഡോക്ടർ ഡൂങ്ക. സൺ സിറ്റി മൊത്തം ഞാൻ കൊള്ളയടിക്കും. ഒറ്റ ഒരുത്തനും എന്നെ തടയാൻ പറ്റില്ല. നിനക്ക് പോലും അതിന് കഴിയില്ല കീക്കോ. കാരണം മോഷ്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ PhD എടുത്തവനാ. ഡോക്ടർ ഡൂങ്ക, മോഷ്ടിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ മോഷ്ടിച്ച സാധനം തിരിച്ചു കൊടുത്ത് ചെയ്ത തെറ്റ് ശരിയാക്കി മാറ്റും. ഞാനിപ്പോ ആലോചിക്കുന്നത് ഇനിയും ഒരുപാട് മോഷ്ടിച്ചിട്ട് കുറച്ചുകൂടി തെറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്ത്? മോഷണം. എനിക്കറിയാം കീക്കോ, നീ കമാൻഡ് ചെയ്താൽ സൂപ്പർ സ്പീഡോ അവന്റെ പഴയ ഒറിജിനൽ ഷേപ്പിൽ എത്തുമെന്ന്. അങ്ങനെ സംഭവിച്ചാൽ എന്റെ കാര്യം പോക്ക. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 578 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 578.
മോഷ്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ PhD എടുത്തവനാണ്. നിന്റെ അഭ്യാസമൊന്നും ഇവിടെ ചിലവില്ല മോനെ. അത് അൺബ്രേക്കബിൾ മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാ. അതിൽ നിന്ന് റേഡിയേഷൻ പുറത്തു വരുന്നുണ്ട്. ഈ മെറ്റൽ ബാർ പൊട്ടിച്ച് പുറത്തിറങ്ങാൻ ഒറ്റയൊരുത്തിനും കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്റെ പേരാണ് ഡോക്ടർ ഡൂങ്ക. സൺ സിറ്റി മൊത്തം ഞാൻ കൊള്ളയടിക്കും. ഇനി ഞാൻ എന്റെ എല്ലാ കാറുകളിലും ബോംബ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ നീ എന്റെ ചെറിയ കാറുകളുടെ കളിയെ കണ്ടിട്ടുള്ളൂ. ഇനി ചെറുതും വലുതുമായ കാറുകളുടെ അനക്കോട്ട കാണാൻ പോകുകയാ. എന്നെ തോൽപ്പിക്കാൻ ഇവിടെ നിനക്കും സൂപ്പർ സ്പീഡേക്കും മാത്രമേ കഴിയൂ. ഇതോടെ നിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവുകയാ. ഡോക്ടർ ഡൂങ്ക, എല്ലാം ഞാൻ കൊള്ളയടിക്കും. സൂപ്പർ സ്പീഡോ, ആ കേജ് വളരെ സ്ട്രോങ് ആണ്. നിനക്കത് പൊട്ടിക്കാൻ പറ്റില്ല. ഈ കേജ് പൊട്ടിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ ബോംബ് ഇപ്പോൾ പൊട്ടും. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എസ്കേപ്പ് ആകണം. ഇപ്പോൾ എസ്കേപ്പ് ആവാൻ ടൈമില്ല കീക്കോ. ആ ബോംബ് എടുത്ത് എന്റെ ബോണറ്റിനകത്തിടൂ. ഇല്ല. ചെയ് കീക്കോ, വേഗം അത് ചെയ്യേ. നിനക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ സൂപ്പർ സ്പീഡോ? എനിക്കൊരു കുഴപ്പവുമില്ല കീക്കോ. ചെറിയ തകരാറുകൾ ഞാൻ പെട്ടെന്ന് തന്നെ ശരിയാക്കും. സൺസിറ്റിയെ നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ശരി, നമ്മൾ അവനെ ഒരിക്കലും വിട്ടുവയ്ക്കില്ല. ഡോക്ടർ ഡൂങ്ക, നിന്നോട് പകരം വീട്ടാൻ ഞാനിതാ വരുന്നു. ഇതുവരെയും സൺസിറ്റി കണ്ടത് കോബ്രയുടെ വിഷമാണ്. ഇനി അവർ കാണാൻ പോകുന്നത് ഈ കോബ്രയുടെ ബ്ലാസ്റ്റ് ആണ്. Dong, dong goes the alarm. Let's make sure that there's no harm. The snake cast must be fake. Let's go, Kiko, raise the stakes. Whoever is the big bad boss, let's make sure that he's at loss. If you want, come get some. Better get ready, here we come. ഞാനാണ് ഡോക്ടർ ഡൂങ്ക. സൺസിറ്റി മൊത്തം ഞാൻ കൊള്ളയടിക്കും. ഇനി നമുക്ക് വേട്ട തുടങ്ങാം. ജയൻ കോബ്ര, നിന്റെ പവർ ഒന്ന് കാണിച്ചു കൊടുക്ക. സഹോദരി സഹോദരന്മാരെ, പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാനാണ് ഡോക്ടർ ഡൂങ്ക. സൺസിറ്റി മൊത്തം ഞാൻ കൊള്ളയടിക്കും. മോഷ്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ PhD എടുത്തവനാ. ഫ്രീ ആയിട്ട് എന്നെ കൊള്ളയടിക്കാൻ സമ്മതിക്കേ, നിങ്ങളും രക്ഷപ്പെടും. എന്റെ ഈ ജയൻ കോബ്രയുടെ വയറ് നിറഞ്ഞാൽ അവൻ നിങ്ങളെ ആരെയും വേദനിപ്പിക്കില്ല. നിങ്ങളുടെ കയ്യിലുള്ള ജുവൽസ്, പേഴ്സ്, പണം എല്ലാം കൊണ്ടുവന്ന് അവന്റെ വായിലിട്ടേക്ക്. സമ്മതിച്ചിരിക്കുന്നു കീക്കോ. ഞാൻ വിചാരിച്ചു നീ ഈ സമയത്തിനകം വേറൊരു ലോകത്തേക്ക് പോയി കാണുമെന്ന്. പക്ഷെ നീ വീണ്ടും എന്നോട് പൊരുതാൻ വന്നിരിക്കുകയാണല്ലേ? സൂപ്പർ സ്പീഡോ, നമ്മൾ ഇവിടെ വെച്ച് ഡോക്ടർ ഡൂങ്കയുടെ കൂടെ ഫൈറ്റ് ചെയ്താൽ അതിവിടെ നിൽക്കുന്ന ജനങ്ങൾക്ക് പ്രശ്നമാകും. എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി നമുക്ക് ഔട്ട് ഓഫ് സിറ്റിക്ക് പോയേ പറ്റൂ. പക്ഷേ നമ്മൾ അതെങ്ങനെ ചെയ്യും? ഫോർമുല നമ്പർ 489 അപ്ലൈ ചെയ്യും. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 489. ഡോക്ടർ ഡൂങ്ക, നിങ്ങൾ ഇത്രയും വലിയ തടിയൻ കോബ്രയെ വെച്ചാണോ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? ടോട്ടൽ സൺസിറ്റിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ അപമാനപ്പെടാൻ പോവുകയാണ്.
നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോടാ കൊച്ചനെ? ഇപ്പൊ നോക്കിക്കോ, ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോളൂ. സൺസിറ്റി മൊത്തം ഞാൻ പിന്നെ കൊള്ളയടിച്ചോളാം. എന്തു പറ്റി? നിന്റെ കൊച്ചുകാരന്റെ പെട്രോൾ ടാങ്ക് കാലിയായോ? അതോ എന്റെ അനക്കോണ്ടയെ കണ്ട് പേടിച്ച് സറണ്ടർ ആവുകയാണോ? പേടിക്കേണ്ടത് നിങ്ങളാണ് ഡോക്ടർ ഡുങ്ക. നിങ്ങൾ നിൽക്കുന്നത് പാമ്പിന്റെ മേളിലല്ല, ബോംബിന്റെ മേളിലാ. എന്താ? നിങ്ങൾ ഞങ്ങളുടെ നേർക്ക് ബോംബ് വലിച്ചെറിയുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഫോർമുല നമ്പർ 313 അപ്ലൈ ചെയ്യും. ഇഷ്ടം പോലെ എന്ത് ഫോർമുല വേണമെങ്കിലും അപ്ലൈ ചെയ്തോളൂ. ഇന്ന് നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാനാണ് ഡോക്ടർ ഡൂങ്ക. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 313 അപ്ലൈ ചെയ്യും. ഓക്കേ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 313. ഡോക്ടർ ഡൂങ്ക, ഇതാണ് എന്റെ ഫോർമുല നമ്പർ 313. ഇപ്പോഴാ ബോംബ് പൊട്ടും. അതിന്റെ കൂടെ മറ്റുള്ള ബോംബുകളും നേരത്തെ പിടിച്ചു പൊട്ടാൻ പോകുന്നു. ഇല്ല, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ മരിച്ചു പോകും. ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മോഷ്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാ PhD എടുത്തത്. എന്നെ രക്ഷിക്കൂ. നിങ്ങളെ രക്ഷിക്കാൻ ഇപ്പോൾ ഒരു മാർഗമേ ഉള്ളൂ. എന്താ? ഡോക്ടർ ഡൂങ്ക, മോഷ്ടിക്കാനായി നീ PhD ചെയ്തിരിക്കുന്നു അല്ലേ? ഇനി ജയിലിൽ പോയിരുന്ന് മറ്റുള്ളതെല്ലാം പഠിക്കുക. കേസ് സോൾവ് ആയി കഴിഞ്ഞു. സൺസിറ്റിക്ക് ഇനി ഒരു പ്രശ്നവുമില്ല. എന്റെ പെർമിഷൻ ഇല്ലാതെ സൺസിറ്റിയിൽ കാറ്റിന് പോലും കടക്കാനാവില്ല, വെള്ളത്തിന് പോലും അകത്തേക്ക് കടക്കാനാവില്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതാണ് നമ്മുടെ നിയമം. ജഡ്പട്ടങ്കൾ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ വിജയം നേടി ഞങ്ങൾക്കായി പാടാൻ പോകുന്നതാരാ?